സ്കൂൾ പുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായിക മേളയ്ക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ്. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയാണ് കൊല്ലം ജില്ല. 2024 മുതൽ അഴീക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം സ്കൂൾ കലോത്സവത്തിലും കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും കിരീടം നേടിയത് കണ്ണൂർ. 2ാം സ്ഥാനം നേടിയത് കോഴിക്കോട് ജില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഉത്സവം 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട്. 2024 സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല വയനാട്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2.7 കോടി വോട്ടർമാരാണുള്ളത്. വോട്ടർമാർ കൂടുതലുള്ള ജില്ല മലപ്പുറം. വോട്ടർമാർ കുറവുള്ള ജില്ല വയനാട്. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളത് മലപ്പുറം ജില്ല. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ല. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വന്നത് പാപ്പനംകോട്. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക്. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന രസതന്ത്ര നോബൽ പുരസ്കാര ജേതാവ് മോർട്ടൻ പി മെൽഡൻ. ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യ വിഭവ റെസ്റ്റോറന്റായ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല ആഴാക്കുളം തിരുവനന്തപുരം. സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം. ഇതിലാദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ കൊട്ടാരക്കര. സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ചത് കോന്നി ഇക്കോ ടൂറിസം. 1 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴ. 1 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കല. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് ഹരിപ്പാട് ചെപ്പാട്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച് കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏലിക്കുളം ഗ്രാമപഞ്ചായത്ത് കോട്ടയം. റോബോട്ടിന്റെ പേര് എലീന. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ പുരസ്കാരം ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഫറൂഖ് പാലം കോഴിക്കോട്. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ. കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബ് VPR മുഴുപ്പിലങ്ങാട് കണ്ണൂർ. സംസ്ഥാന സർക്കാർ കായിക സർവകലാശാലയാക്കാൻ ഒരുക്കുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെവിടെ വെച്ച് കവരത്തി. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത. 119ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ സ്വാമി ആനന്ദ തീർത്ഥൻ